ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വി വസന്തകുമാറിന്റെ മൃതദേഹം കരിപ്പൂരിലെത്തിച്ചു. ജില്ലാ കളക്ടർ അമിത് മീണ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹം വിലാപയാത്രയായി ജന്മനാടായ വയനാട്ടിലെ ലക്കിടിയിലേക്ക് കൊണ്ടുപോയി. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലക്കിടിയിൽ എത്തിച്ചിട്ടുണ്ടോ മൃതദേഹം? സംസ്കാര ചടങ്ങുകളെ കുറിച്ച് വസന്തകുമാറിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക സൈനിക വാഹനം ഇപ്പോൾ കുന്നമംഗലത്തിന് അടുത്ത് എത്തിയിരിക്കുന്നു. നേരത്തെ കോഴിക്കോടിനടുത്ത് തൊണ്ടയുടെ ബൈപ്പാസിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ കോഴിക്കോട് കളക്ടർ അടക്കമുള്ള പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. നമുക്ക് വഴിയിൽ ഉടനീളം പ്രധാന നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ വഴിയിലുടനീളം നൂറുകണക്കിന് ആളുകൾ വസന്തകുമാറിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോകുന്നത് കാണാൻ പൂക്കളും എല്ലാം കയ്യിൽ കരുതി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ വഴിയിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വസന്തകുമാർ അമർ ഹേ എന്ന ഫ്ലക്സുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകൾ അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വളരെ ഹൃദയം അലിയിക്കുന്ന തരത്തിലുള്ള കരച്ചിലുകളും നമുക്ക് ഈ വിലാപയാത്രയുടെ ഇരുവശങ്ങളിലുമായി കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടത്തും ഇപ്പോൾ നമ്മൾ ഈ കുന്നമംഗലത്തടുത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചിട്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നത്. നേരെ ലക്കിടിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക്, അദ്ദേഹം പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം കുടുംബ വീട്ടിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ കുടുംബ ശ്മശാനത്തിൽ, തറവാട്ട് ശ്മശാനത്തിലേക്ക് തൃക്കൈപ്പറ്റയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. നേരത്തെ ഉച്ചയ്ക്ക് 2:15 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം കരിപ്പൂരിലെത്തിയത്. ശരി, അനുമോദ്. വസന്തകുമാറിന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവർക്കെതിരായ സൈന്യത്തിന്റെയും സർക്കാരിന്റെയും നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സർവകക്ഷി യോഗം. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് തിരിച്ചടി നൽകണമെന്ന് സൈന്യം തീരുമാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനിക നീക്കത്തിനൊപ്പം സാമ്പത്തികപരമായും നയതന്ത്രപരമായും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള സമഗ്ര രൂപരേഖ ഇന്ത്യ തയ്യാറാക്കി. പാക് പിന്തുണയോടെ നടക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്നാണ് സർവകക്ഷി യോഗത്തിന്റെ പ്രഖ്യാപനം. ഇതിനായി സുരക്ഷാ സേനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യോഗം പ്രമേയം പാസാക്കി. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 15ലധികം പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്തു. സ്ഥിതിഗതികൾ വിശദീകരിച്ച രാജ്നാഥ് സിംഗ് തുടർ നടപടികളുടെ വിശദാംശങ്ങൾ യോഗത്തിൽ വെളിപ്പെടുത്തിയില്ല. ഭീകരർക്കെതിരായ നടപടി എന്താണെന്ന് സൈന്യം നിശ്ചയിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ റാലിയിൽ പറഞ്ഞു. പുൽവാമ में अपने प्राणों की आहुति दी है. जिन परिवारों ने अपने लाल को खोया है, उनकी पीड़ा मैं भली भांति अनुभव कर सकता हूं. हम सभी की संवेदनाएं उनके साथ है. भाइयों और बहनों, मैंने कल भी कहा है और आज भी दोहरा रहा हूं. പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗത്തിനു പുറമെ എല്ലാ ദേശീയ പ്രാദേശിക പാർട്ടികളുടെയും യോഗം പ്രധാനമന്ത്രി വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പാക് ഭീകരതാവളങ്ങൾക്കെതിരായ വ്യോമാക്രമണം സുരക്ഷാസേനകളുടെ പരിഗണനയിൽ ഉള്ളതായാണ് സൂചന. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയ ഇന്ത്യൻ സ്ഥാനപതി അജയ് ബിസാരിയ വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനായി തയ്യാറാക്കിയ സമഗ്ര പദ്ധതിയിലെ പ്രധാന നടപടികൾ ഇവയാണ്. ഭീകരവിരുദ്ധ കൺവെൻഷൻ വിളിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ സമ്മർദ്ദം ചെലുത്തും. സാമ്പത്തിക കർമ്മസേനയുടെ കരിമ്പട്ടികയിൽപ്പെടുത്തി പാകിസ്ഥാനെ ഉപരോധിക്കും. സിന്ധു നദീതട കരാർ റദ്ദാക്കും. അതേസമയം യുദ്ധത്തിനായി മുറവിളി കൂട്ടരുതെന്നും അനാവശ്യ പ്രസ്താവനകൾ പാടില്ലെന്നും BJP വക്താക്കൾക്കും കേന്ദ്രമന്ത്രിമാർക്കും നേതൃത്വം നിർദ്ദേശം നൽകി. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം അണിനിരക്കുകയാണ് ഭീകരവിരുദ്ധ നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. സർക്കാരിന്റെ തുടർ നടപടികളെ കൂടി ആശ്രയിച്ചിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ ഐക്യത്തിന്റെ ഭാവി. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, News 18.
പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക. തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. 48 രാജ്യങ്ങൾ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ അറിയിച്ചു. കൂടുതൽ ലോകരാജ്യങ്ങളുമായി ഇന്ത്യ ആശയവിനിമയം തുടരുകയാണ്. നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കം വിഫലമാക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. സ്വയം പ്രതിരോധത്തിന് ഇന്ത്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെ ടെലിഫോണിൽ വിളിച്ച് അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനാണ് നിലപാട് അറിയിച്ചത്. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത്. തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് ജോൺ ബോൾട്ടൻ പറഞ്ഞു. 48 രാജ്യങ്ങളാണ് ഇതുവരെ ഇന്ത്യയുടെ നിലപാടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. അക്രമത്തെ അപലപിച്ചെങ്കിലും മസൂദ് അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യൻ നിലപാട് ചൈന അംഗീകരിച്ചിട്ടില്ല. G20 രാജ്യങ്ങളുടെയും UN സുരക്ഷാ സമിതിയിലെ മറ്റ് അംഗങ്ങളുടെയും നിലപാടിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. സുരക്ഷാ സമിതിയിൽ മസൂദിനും പാകിസ്ഥാനും എതിരെ പ്രമേയം കൊണ്ടുവരാനാണ് ഇന്ത്യയുടെ ശ്രമം. അക്രമത്തിൽ പങ്കില്ലെന്ന നിലപാടിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുകയാണ്. നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കം വിഫലമാകുമെന്ന് पाक विदेशकार्य मंत्री एस.एम. कुरैशी പറഞ്ഞു. हिंदुस्तान का जो रिएक्शन आया है इस वाक़े के बाद वो नी जॉक रिएक्शन था. हिंदुस्तान को उनके पास एविडेंस है, हमसे शेयर करें, हम उसकी तहकीक में हम उनकी मदद करेंगे, हम कोऑपरेट करने के लिए तैयार हैं. और अगर उनका ये ख्याल है कि वो पाकिस्तान को डिप्लोमेटिकली आइसोलेट कर लेंगे, ये खाम ख्याल है. इनने पहले भी कोशिश की है, नाकाम हुए, फिर कोशिश करके देख लें, नाकाम होंगे. ഭീകരാക്രമണത്തിൽ തെളിവ് കൈമാറിയാൽ അന്വേഷണത്തിൽ സഹായിക്കാമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കശ്മീർ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് പങ്കെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ. 40 ജവാന്മാരുടെ ജീവനെടുത്ത സ്ഫോടനത്തിന് ഉപയോഗിച്ചത് 80 കിലോ RDX ആണെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിവിധ ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഫോടന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ പാക് ചാരസംഘടനയായ ISIക്ക് പങ്കുണ്ടെന്ന നിഗമനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. CIA-യിലെ മുൻ അനലിസ്റ്റ് ബ്രൂസ് റീഡർ ആണ് ISIയുടെ പങ്ക് സംബന്ധിച്ച സംശയങ്ങൾ പരസ്യമാക്കിയത്. സ്ഫോടനം നടത്താൻ ജെയ്ഷെ മുഹമ്മദിന് ISIയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ആസൂത്രണം നടന്നത് പാകിസ്ഥാനിലാണെന്ന് സംശയിക്കുന്നതായും റീഡൽ പറഞ്ഞു. ഒബാമയുടെ ഭരണകാലത്ത് ദേശീയ സുരക്ഷാ കൌൺസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അനീഷ് ഗോയലും ഇതേ അഭിപ്രായം പങ്കുവച്ചു. ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും കേന്ദ്ര ഫോറൻസിക് സംഘവും സംയുക്ത അന്വേഷണങ്ങളാണ് നടത്തുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് NIA-യുടെ അന്വേഷണം. സ്ഫോടന സാമഗ്രികൾ വാഹനത്തിൽ സ്ഥാപിച്ചത് ആക്രമണത്തിന്റെ തലേദിവസം മാത്രമാണെന്നാണ് വിലയിരുത്തൽ. 80 കിലോ RDX ആണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നിഗമനം. 350 കിലോ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നുവെന്ന ആദ്യ റിപ്പോർട്ട് ശരിയല്ലെന്നും NIA വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വാർത്തകളിലേക്ക്. കന്യാസ്ത്രീകളുടെ സമരത്തിന് പിന്തുണ നൽകിയ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ്. ചട്ടലംഘനം തുടർന്നാൽ പിരിച്ചുവിടുമെന്നുമുള്ള മുന്നറിയിപ്പോടെയാണ് നോട്ടീസ്. മുൻപ് നൽകിയ വിശദീകരണത്തേക്കാൾ കൂടുതലൊന്നും പറയാനില്ലെന്ന് സിസ്റ്റർ ലൂസി അറിയിച്ചു. മാധ്യമങ്ങളോട് സംസാരിച്ചതും കാർ വാങ്ങിച്ചതും ഉൾപ്പെടെ 11 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക ലംഘനത്തിന് നേരത്തെ വിശദീകരണം നൽകിയെങ്കിലും അത് തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മദർ സുപ്പീരിയർ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് 20-നകം കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലെങ്കിൽ പുറത്താക്കൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. നിലപാടിൽ മാറ്റമില്ലെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ. ചെയ്ത കാര്യങ്ങളിൽ ഖേദമില്ല. ലഭിച്ച നോട്ടീസിന് വീണ്ടും മറുപടി നൽകും. എന്നാൽ മുമ്പ് നൽകിയതിനേക്കാൾ കൂടുതലായി ഒരു വിശദീകരണവും നൽകാനില്ലെന്നും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ന്യൂസ് 18നോട്. നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയ 13 ആരോപണങ്ങളാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. മുമ്പ് കിട്ടിയതിന് നമ്മൾ പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുത്തേക്കുന്ന അത് തൃപ്തരല്ലെന്നാണ് കണ്ടെത്തിയത്. അപ്പം എന്തെങ്കിലും സമയമുണ്ട്, നമ്മൾ റിപ്ലൈ കൊടുക്കും. പക്ഷേ ഈ ഒരു സംഘടന, ഈ ഒരു കൂട്ടായ പരിശ്രമം, ഈ തെറ്റിനെ ശരിയെ തെറ്റായി കാണുന്ന ഈ കൂട്ടായ പരിശ്രമം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഖേദമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോയ്ക്കെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ പിന്തുണച്ചതോടെയാണ് സിസ്റ്റർ ലൂസി കത്തോലിക്ക സഭയുടെയും സന്യാസി സമൂഹത്തിന്റെയും കണ്ണിലെ കരടായത്. ന്യൂസ് 18 കോഴിക്കോട്.
കൊട്ടിയൂർ പീഡനക്കേസിൽ പ്രതി ഫാദർ റോബിൻ വടക്കുംചേരിക്ക് 60 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും. 3 വകുപ്പുകളിലുള്ള ശിക്ഷ ഒരുമിച്ച് 20 വർഷം അനുഭവിച്ചാൽ മതിയാകും. മറ്റ് 6 പ്രതികളെ വെറുതെ വിട്ടു. വിചാരണ വേളയിൽ മൊഴി മാറ്റിയ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടിക്കും കോടതി ഉത്തരവിട്ടു. തലശ്ശേരി പോക്സോ കോടതിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ വൈദികൻ റോബിൻ വടക്കുംചേരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പോക്സോ നിയമത്തിലെ 2(5) വകുപ്പുകൾ പ്രകാരവും IPCയിലെ 376(2)(F) വകുപ്പ് പ്രകാരവുമാണ് ശിക്ഷ വിധിച്ചത്. 3 വകുപ്പുകളിലും 20 വർഷം വീതം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും ഇത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും. 3 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിൽ പകുതി പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നൽകണം. പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിന് സംരക്ഷണം നൽകുവാൻ നടപടി സ്വീകരിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. വിചാരണവേളയിൽ കൂറുമാറിയ മാതാപിതാക്കൾക്കെതിരെയുള്ള വിധി കള്ളസാക്ഷി പറയുന്നവർക്ക് താക്കീതാണെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകർ പ്രതികരിച്ചു. നല്ല വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഇരയും അവരെ കുടുംബാംഗങ്ങളും ഈ കേസിൽ കൂറുമാറിയൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം സമ്മർദ്ദം അവരെ മേലിൽ ഈ അവരെ ഇരയുടെയും കുടുംബത്തിന്റെയും മേലിൽ അത്രമാത്രം സമ്മർദ്ദം പ്രതികളെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അതിനെ അതിജീവിച്ചിട്ടാണ് ഈ വിധി പ്രോസിക്യൂഷൻ ശരിക്കും നേടിയെടുത്തത്. തങ്കമ്മ നെല്ലിയാനി, ഡോക്ടർ ലിസ് മറിയ, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ ഒഫീലിയ, തോമസ് ജോസഫ് തേരകം, ഡോക്ടർ ബെറ്റി ജോസഫ് എന്നീ കേസിലെ മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പം വൈകിയാണെങ്കിലും സത്യം എന്നാണെങ്കിലും പുറത്തു വരുമെന്നുള്ള എൻ്റെ ഉത്തമമായ ബോധ്യത്തെ ഇന്ന് കുറെക്കൂടി ആഴപ്പെട്ടു. ആ ബോധ്യം ആഴപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാര്യം. വിധിയെ മാനന്തവാടി രൂപതയും സ്വാഗതം ചെയ്തു. കേസിൽ 6 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ട്. വിധിയുടെ പൂർണ്ണരൂപം ലഭിച്ചതിനു ശേഷമാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുക. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. സമീപകാലത്ത് സഭകൾക്കെതിരെ ഉയർന്ന പീഡന ആരോപണങ്ങൾക്ക് തുടക്കമിട്ട കേസായിരുന്നു 2017 ഫെബ്രുവരിയിൽ പേരാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കൊട്ടിയൂരിലെ പീഡനം. റോബിൻ വടക്കുംചേരിക്ക് അനുകൂല നിലപാടെടുത്ത സഭയ്ക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിധി. 2016 മെയ്യിൽ പീഡനത്തിനിരയായ പെൺകുട്ടി 2017 ഫെബ്രുവരി 7-ന് ആൺകുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത്. ആദ്യം പെൺകുട്ടിയുടെ അച്ഛനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി സഭയും രൂപതയും റോബിന് സംരക്ഷണ കവചമൊരുക്കിയെങ്കിലും പിന്നീട് സത്യം പുറത്തായി. 2017 ഫെബ്രുവരി 28-ന് 1-ാം പ്രതി റോബിൻ വടക്കുംചേരിയെ അറസ്റ്റ് ചെയ്തു. ജനിച്ച ഉടനെ കുഞ്ഞിനെ ക്രിസ്തുരാജ ആശുപത്രിയിൽ നിന്നും വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളും മാർച്ചിൽ പിടിയിലായി. കോടതി ഉത്തരവ് പ്രകാരം നടത്തിയ DNA പരിശോധനയിൽ റോബിൻ തന്നെയാണ് കുട്ടിയുടെ അച്ഛനെന്ന് തെളിഞ്ഞു. 2018 ഓഗസ്റ്റിൽ 7 പ്രതികളുടെ വിചാരണ ആരംഭിച്ചു. എന്നാൽ വിചാരണയ്ക്കിടെ 2018 ഓഗസ്റ്റിൽ പെൺകുട്ടിയും മാതാപിതാക്കളും കൂറുമാറി. റോബിനുമൊത്തുള്ള കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രായപൂർത്തിയായെന്നും പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയെങ്കിലും സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള തെളിവുകൾ തിരിച്ചടിയായി. ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ തലശ്ശേരി പോക്സോ കോടതി വിചാരണ പൂർത്തിയാക്കിയ കേസിലാണ് റോബിൻ വടക്കുംചേരി കുറ്റക്കാരനാണെന്ന വിധി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ മുൻ ഇമാം ബന്ധുക്കളുടെ സംരക്ഷണത്തിലെന്ന് പോലീസ്. തിരുവനന്തപുരം തോളിക്കോട് മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ ഇമാം പീഡിപ്പിച്ചുവെന്ന് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും പെൺകുട്ടി ആവർത്തിച്ചു. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇമാമിന്റെ സഹോദരൻ അൽ അമീനെയും മറ്റ് 2 പേരെയും ചോദ്യം ചെയ്യുകയാണ്. പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ഇന്നോവ കാറും നെടുമങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ബന്ധുക്കൾ തന്നെയാണ് ഇമാമിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്ന വിലയിരുത്തലിലാണ് പോലീസ്. സഹോദരനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ഇമാമിന്റെ ഒളിയിടം സംബന്ധിച്ച സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനിടെ ഇമാം പീഡിപ്പിച്ചുവെന്ന മൊഴി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും പെൺകുട്ടി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് രഹസ്യമൊഴി എടുത്തതോടെ കേസ് കൂടുതൽ ശക്തിപ്പെടുകയാണ്. പക്ഷേ കേസെടുത്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഇമാം കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ആലുവ അത്താണിയിൽ അർദ്ധരാത്രി വനിതാ ഡോക്ടറെ ബന്ദിയാക്കി 100 പവൻ സ്വർണവും 70,000 രൂപയും കവർന്നു. ചെങ്ങമ്പനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഗ്രേസ് മാത്യൂസിനെ പൊട്ടിച്ച കുപ്പി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത്. 2 മോഷ്ടാക്കളാണ് അത്താണി KSCBക്ക് സമീപമുള്ള ഡോക്ടറുടെ വീട്ടിൽ ഇന്ന് പുലർച്ചെ കവർച്ച നടത്തിയത്. പുറകിലെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മദ്യക്കുപ്പി പൊട്ടിച്ച് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ഡോക്ടർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ അഴിച്ചെടുത്തു. അലമാര തുറന്ന് വിവാഹാവശ്യത്തിന് ലോക്കറിൽ നിന്നെടുത്ത സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കി.
ഭർത്താവ് വിദേശത്തുള്ള ഡോക്ടർ ഒറ്റയ്ക്കാണ് താമസം. മകന് നാവികസേനയിലാണ് ജോലി. എൻ്റെ ബെഡ് സൈഡിൽ 2 പേര്, കറുത്തിട്ട് 2 പേര് നിക്കർ മാത്രം ഇട്ട് മുഖംമൂടി വെച്ച് എന്നെ ബലമായിട്ട് എന്നോട് എഴുന്നേക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവർ അലമാരയെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. മോഷ്ടാക്കൾ ഓടിയൊളിച്ച ഉടനെ ഡോക്ടർ തൊട്ടടുത്ത വീട്ടിൽ വിവരമറിയിച്ചു. നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി പരിസര പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. റൂറൽ SP അടക്കമുള്ളവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് 30ഓളം പവൻ സ്വർണം കവർന്നിരുന്നെങ്കിലും ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. NSS ശത്രുവല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷം തയ്യാറാണ്. NSSലെ മഹാഭൂരിപക്ഷം അണികളും ഇടതുപക്ഷത്തോടൊപ്പമെന്നും കോടിയേരി പറഞ്ഞു. സാമുദായിക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളല്ല. ഇപ്പോൾ NSS ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. NSSനെ ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നില്ല. NSSുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണ്. കോടിയേരി ബാലകൃഷ്ണൻ RSS ആക്കാൻ നോക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സുകുമാരൻ നായരെ മോശക്കാരനാക്കാനാണ് CPM ശ്രമം. മാനസിക നില തെറ്റിയ പോലെയാണ് കോടിയേരി സംസാരിക്കുന്നത്. കേസും ഭീഷണിയും കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെയും പുന്നല ശ്രീകുമാറിനെയും സർക്കാർ ഒപ്പം നിർത്തുന്നതെന്നും മുരളീധരൻ ആരോപിച്ചു. പിന്നെ NSSനെ RSS ആക്കാൻ കോടിയേരി ശ്രമിക്കുകയാണ്. കോടിയേരിയുടെ ആ ശ്രമങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല. കോടിയേരിക്ക് ഇപ്പോൾ ഏതാണ്ട് മാനസിക നില തെറ്റിയ പോലെയാണ്. NSSനെ RSS ആക്കാനും ശ്രമിക്കുന്നുണ്ട്, ജനറൽ സെക്രട്ടറിനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും ഇലക്ഷനിൽ ചെലവാവില്ല. NSS എന്നും പുരോഗമനപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു സാമുദായിക സംഘടനയാണ്. ഈ തെരഞ്ഞെടുപ്പിലും അവർ സമദൂരം തന്നെയായിരിക്കും. അതേസമയത്ത് അവർ എല്ലാ കാലത്തും ഭക്തരോടൊപ്പം നിന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് MLA തർക്കത്തിൽ അമിത പ്രതീക്ഷ വയ്ക്കാതെ ഇടതുമുന്നണി. പൊട്ടിത്തെറിയുടെ വക്കിലാണെങ്കിലും PJ ജോസഫ് UDF ക്യാമ്പ് ഉപേക്ഷിക്കില്ലെന്ന് LDF കരുതുന്നു. അതിനാൽ ജോസഫിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ തൽക്കാലം ഇടതുമുന്നണിയിൽ നിന്ന് ഉണ്ടാകില്ല. ഭിന്നത രൂക്ഷമെങ്കിലും PJ ജോസഫ് ഉടൻ UDF വിടുമെന്ന് ഇടതുമുന്നണി കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തർക്കത്തിൽ വലിയ കാര്യമില്ലെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. PJ ജോസഫ് ഇടയ്ക്കിടെ ഇങ്ങനെ ചില വെടിയൊക്കെ പൊട്ടിക്കും, പക്ഷെ അത് ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല. ഇങ്ങനെ പൊയ്വടി വെക്കാതെ ശരിക്കും വെടിവെക്കാൻ PJ ജോസഫ് പഠിക്കണം. പാഴ്വടികൾ ഇതെല്ലാം പാഴ്വടികളാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് ശരിയായിട്ട് അദ്ദേഹം വെടിവെക്കട്ടെ. അപ്പം നമുക്ക് അതിന് പരിശീലനം കിട്ടിയെന്ന് തോന്നിയാൽ ഈ കാര്യം ആലോചിക്കാം. ഇപ്പം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന അപക്വമായിരിക്കും. ജോസഫ് മുന്നണി വിട്ട ശേഷം നോക്കാമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. രാഷ്ട്രീയ സാഹചര്യം PJ ജോസഫ് ഞങ്ങളുടെ കൊല്ലം പ്രമേയത്തിൽ പാർട്ടി LDF വിട്ടുപോയവർ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ PJ ജോസഫ് എങ്ങനെ വരും എന്നതിനെ കുറിച്ചൊക്കെ നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റും. മാണിയുമായി തെറ്റിപ്പിരിഞ്ഞാലും ജോസഫ് UDFൽ തന്നെ തുടരുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. കേരള കോൺഗ്രസിന്റെ 2 വിഭാഗങ്ങൾ ഇപ്പോൾ ഇടതുമുന്നണിയിലുണ്ട്. സ്കറിയ തോമസിന്റെ കേരള കോൺഗ്രസും ജനാധിപത്യ കേരള കോൺഗ്രസും. അവരും PJ ജോസഫിന്റെ മുന്നണിയിലേക്കുള്ള മടക്കം ആഗ്രഹിക്കുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ മാർച്ച് ആദ്യം പ്രഖ്യാപിക്കും. കേരള സംരക്ഷണ യാത്ര കഴിഞ്ഞാലുടൻ സ്ഥാനാർത്ഥി നിർണയത്തിന് CPMന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ ചേരും. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും നയിക്കുന്ന മേഖലാ ജാഥകൾ മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും. തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ CPMും CPIയും നേതൃയോഗങ്ങൾ ചേരും. കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കാനാണ് CPI തീരുമാനം. ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥികളുടെ പാനൽ കൈമാറാൻ CPI സംസ്ഥാന കൌൺസിൽ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർച്ച് 3-ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയുണ്ടാക്കും. 4-ന് ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. തിരുവനന്തപുരത്ത് പ്രധാന നേതാക്കളെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. ദേശീയ കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷൻ പന്നിൻ രവീന്ദ്രൻ, ദേശീയ മഹിളാ ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ആനി രാജ, ബിനോയ് വിശ്വം MP എന്നിവരുടെ പേരുകളാണ് ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയിൽ. തൃശൂരിൽ നിലവിലെ MP N ജയദേവിന് പുറമെ KP രാജേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP സുനീറാകും വയനാട് സ്ഥാനാർത്ഥി. മാവേലിക്കരയിൽ അടൂർ MLA ചിറ്റയം ഗോപകുമാർ, K ദേവകി എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. സ്ഥാനാർത്ഥി നിർണയത്തിന് CPM നേതൃയോഗങ്ങൾ മാർച്ച് 5-ന് ആരംഭിക്കും. 5-നും 6-നും സംസ്ഥാന സെക്രട്ടേറിയറ്റും 7-നും 8-നും
സംസ്ഥാന സമിതിയും യോഗം ചേരും. നിലവിലെ എംപിമാരിൽ കണ്ണൂരിൽ പി.കെ. ശ്രീമതി, പാലക്കാട് എം.പി. രാജേഷ്, ആറ്റിങ്ങലിൽ എ. സമ്പത്ത്, ഇടുക്കിയിൽ ജോയിസ് ജോർജ് എന്നിവർക്ക് ഒരവസരം കൂടി നൽകും. ആലത്തൂരിൽ പി.കെ. ബിജുവിന് പകരം കെ. രാധാകൃഷ്ണനും കാസർഗോഡ് പി. കരുണാകരന് പകരം സതീഷ് ചന്ദ്രനും സ്ഥാനാർത്ഥികളാകും. പാർട്ടിക്ക് സ്വാധീനം കുറവുള്ള മേഖലകളിൽ ഇത്തവണയും പൊതുസമ്മതം ഇറക്കാനാണ് CPM ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷണങ്ങൾ നടത്താനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിജയസാധ്യത മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. തൃശൂർ MP-യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല. പ്രവർത്തകരെ പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ മത്സരിപ്പിക്കുകയുള്ളൂ എന്നാണ് പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും കാനം വ്യക്തമാക്കി. ന്യൂസ് 18 വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കാനം. അനേകം പാർലമെന്റ് സീറ്റുകൾ വിജയിക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ പരീക്ഷണങ്ങളെല്ലാം നടത്തൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയസാധ്യതയാണ് പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തൃശ്ശൂർ സിറ്റിംഗ് MP ഒരു ഫിറ്റ് കാൻഡിഡേറ്റ് അല്ല എന്നൊരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാകാം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ച നടത്തി അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം ഞാൻ നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് പറയാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാനം രാജേന്ദ്രനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം വരികൾക്കിടയിൽ എന്ന പരിപാടി നാളെ രാവിലെയും രാത്രിയും 9 മണിക്ക്. എയർ കേരളയിൽ നിലപാട് മാറ്റി സംസ്ഥാന സർക്കാർ. എയർ കേരള വേണ്ട എന്ന നിലപാട് തിരുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എയർ കേരളയുടെ സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തുമെന്ന് ദുബായിൽ നടക്കുന്ന ലോക കേരള സഭയിൽ വ്യക്തമാക്കി. PPP മാതൃകയിൽ എയർ കേരള ആരംഭിക്കുന്നതിന് സാധ്യതകൾ ആരായുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.